അരവിന്ദ് കെജ്രിവാൾ 5 മണിയോടുകൂടി തിഹാർ ജയിലിലേക്ക് എത്തും. രാജ്ഘട്ട് സന്ദർശിച്ചു, ഹനുമാൻ ക്ഷേത്രം സന്ദർശിച്ചു. അതിന് കഴിഞ്ഞ ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്തെത്തി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. സ്വാഭാവികമായും बहुत आशीर्वाद है। मैं प्रार्थना करने गया था बजरंग बली को कि हे बजरंग बली मेरे देश को बचा लो। अभी कल एग्जिट पोल आए हैं, मेरे से लिखवा लो, सारे एग्जिट पोल फर्जी हैं, बिल्कुल फर्जी हैं। एक एग्जिट पोल वाले ने राजस्थान में टोटल 25 सीट है, उसमें 25 में से 33 दे दिए उन्होंने बीजेपी को। ऊपर से आया होगा भाई बीजेपी को ज्यादा देने हैं, तो उसने कहा मोदी जी क्या याद रखोगे आप भी, आपको 25 में से 33 दे दिए। तो पूरा का पूरा फर्जी है, पूरा एग्जिट पोल फर्जी है। लेकिन असली मुद्दा ये है, इनको गिनती से 3 दिन पहले फर्जी एग्जिट पोल कराने की क्या जरूरत थी, ये समझने वाली बात है। मेरे को भी समझ नहीं आया, कई सारे लोगों की कई सारी बातें चल रही हैं। അനൂപിലേക്ക് വീണ്ടും പോവുകയാണ്. അനൂപ്, നമ്മൾ പറഞ്ഞതുപോലെ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തെറ്റാണ്. അത് മോദി ഇടപെട്ട് വരുത്തിയ തെറ്റായ ഫലങ്ങളാണ്. ആവശ്യപ്പെട്ടതിൽ കൂടുതൽ സീറ്റുകളൊക്കെ ചില സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് BJPക്ക് വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായും ഒരു തെറ്റായ എക്സിറ്റ് പോൾ എന്നതിൽ നിന്നാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ കെജ്രിവാളിന്റെ തുടക്കം. അതെ, കെജ്രിവാൾ പറയുന്നു കളവാണ്, തെറ്റാണ് ഈ എക്സിറ്റ് പോളുകളെല്ലാം, മോദിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് കെജ്രിവാൾ പറയുന്നുണ്ട്. അതേസമയം തന്നെ എക്സിറ്റ് പോളുകൾ തന്നെ നൽകുന്ന ചില സൂചനകളുണ്ട്. കഴിഞ്ഞ തവണ ഒരു സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം വിജയിച്ച BJP രാജസ്ഥാനിൽ വെള്ളം കുടിക്കും, അവിടെ ചില സീറ്റുകൾ നഷ്ടമാകുമെന്ന് എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ട്. പഞ്ചാബിൽ BJPക്ക് കാര്യമായൊന്നും ചെയ്യാനില്ല, അവിടെ നേട്ടമുണ്ടാക്കുക ഇന്ത്യ സഖ്യമാണ് എന്ന വിലയിരുത്തൽ എക്സിറ്റ് പോളുകൾ നടത്തുന്നുണ്ട്. ഹരിയാനയിൽ BJP കഴിഞ്ഞ തവണ 10 സീറ്റും വിജയിച്ചതാണ്. 10ഇടത്തും ഇത്തവണ വിജയിക്കാൻ കഴിയില്ല. 3-4 സീറ്റുകളിൽ കനത്ത മത്സരമാണ്, ഒരുപക്ഷെ കോൺഗ്രസ് ജയിച്ചേക്കാം എന്ന വിലയിരുത്തലുണ്ട്. ഈ 3 സംസ്ഥാനങ്ങൾ പറയാനുള്ള കാരണം ഇതൊക്കെ കെജ്രിവാളിന് സ്വാധീനമുള്ള, കെജ്രിവാളിൻ്റെ പാർട്ടിയായ ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമുള്ള ഇടങ്ങളാണ്. അതുകൊണ്ട് തന്നെ കെജ്രിവാൾ തിരികെ ജയിലിലേക്ക് പോകുന്നത് തനിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഇന്ത്യ സഖ്യത്തിന് സാധ്യതകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് എന്ന വിലയിരുത്തൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് തെറ്റായ എക്സിറ്റ് പോളുകളാണ്. ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വം തന്നെ പലതവണയായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേരത്തെയൊക്കെ പല പ്രാവശ്യവും ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞിരിക്കുന്നു. 5 മണിയോടുകൂടി ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധി അവസാനിച്ചു. അതുകൊണ്ട് കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് മടങ്ങുകയാണ്, മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തുടക്കം എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തെറ്റാണ്, എല്ലാം കളവാണ്, മോദി ഇടപെട്ടുള്ള പോൾ ഫലങ്ങൾ എന്നാണ് കെജ്രിവാൾ പറയുന്നത്.